യാ മോനെ, ഇവ എന്താ സാധനം എന്നറിയോ? ജിന്നാണ് ജിന്ന്. നമ്മൾ ഈ സിമ്മൻറ്റ് കുഴയ്ക്കൂലേ, അതുപോലെ മൈദപ്പൊടി അങ്ങനെ തട്ടിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു മുട്ട അങ്ങനെ പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്യുക. പാലിനും പഞ്ചസാരയും പകരം നമുക്ക് മിൽക്ക് മെയ്ഡും ചേർക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പൊറോട്ടയുടെ മെയിൻ സാധനം ഇതാണ്. അടിച്ച് പരത്തി കുഴച്ചൊരു പരുവാക്കി ഇവനെ നമ്മളിങ്ങനെ തൊടുമ്പോഴേ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. ഫ്രൈ ആവാതിരിക്കാൻ ഈ ചക്കര കൂടെ എണ്ണ അങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഏകദേശം 1.5 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് ബോളാക്കുക. ബോളാക്കിയതിന് ശേഷം നമ്മൾ ആ ബോൾ ഇങ്ങനെ എടുത്തിട്ട് അവൻ്റെ ദേഹത്ത് എണ്ണ തേച്ചിട്ട് നല്ല ചണങ്ങ് പിണങ്ങ് അടിച്ച് ഇങ്ങനെ ഇതുപോലെ ആക്കണം. പൊറോട്ടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇവൻ. ഈ സ്റ്റെപ്പ് എന്ത് വെച്ചാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ബാഹുബലിയിലും മറ്റേ അനുഷ്കയ്ക്ക് മറ്റേ അമ്പർ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ 4 വിരൽ താഴെ 4 വിരൽ മുകളിൽ, എന്നിട്ട് അവനെ അങ്ങനെ ചടുക്കി നല്ല അടിപൊളിയായിട്ട് വീശി അടിച്ചെടുത്ത് ഇങ്ങനെ റൗണ്ടിലാക്കി അവനത് ആ തക്കട് കൂടെ അങ്ങനെ വയ്ക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റിംഗ് ടൈം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ആ റൗണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം എടുത്ത് വീണ്ടും അടിച്ച് അവനെ പരത്തണം. പരത്തി എത്ര വലിപ്പം വേണം അത്ര വലിപ്പത്തിലേക്ക് ആക്കണം. എന്നിട്ട് അവനെ ചുട്ടെടുത്തിട്ട് വീണ്ടും കണ്ടില്ലേ, വീണ്ടും അടി തന്നെ. അടി മാത്രമേ ഉള്ളൂ, അടിയുടെ ബഹളം. അടിച്ച് നല്ല അവനെ സോഫ്റ്റാക്കി എടുക്കണം. പിന്നെ മുറ്റത്ത് നല്ല വാഴ ഉണ്ടെങ്കിൽ ഒരു ഇല എടുത്ത് തീയിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് നല്ല പൊരിച്ച ചിക്കൻ കറിയില്ലേ, അതിന് ചാറിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു പൊറോട്ട വയ്ക്കുക. അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ചിക്കനും കുറച്ച് ഗ്രേവി വയ്ക്കുക. വീണ്ടും പൊറോട്ട, വീണ്ടും ഗ്രേവി ഇങ്ങനെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അവനെ കുളിപ്പിച്ചെടുക്കണം. നല്ല പൊറോട്ട അങ്ങനെ ആ മസാലയിൽ അങ്ങനെ കുളിച്ച് നീക്കണം. എന്നിട്ട് അവനെ നല്ല രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കുക. കൂടുതൽ കറി ഒഴിച്ചാൽ നമുക്ക് ലീക്കാവും, പിന്നെ വൃത്തികേടാവും. എന്നിട്ട് അവന് 2 വശവും നന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ്. എൻ്റെ മോനെ, എന്താ മണം! താടിക്കാരന് അത് കണ്ടപ്പോൾ തന്നെ കിളി പോയി. ഇത് സാധാരണ ചിക്കൻ കറിയല്ല കേട്ടോ, ഇത് നല്ല പൊരിച്ച ചിക്കൻ കറിയാണ്. നല്ല ഒന്നൊന്നര റെസിപ്പിയാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അതിങ്ങനെ എടുത്ത് വായിലേക്ക് വയ്ക്കുമ്പോൾ എൻ്റെ മോനെ വേറെ ലെവലാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്ത് വെച്ചാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.